ഭൂരിഭാഗം പേരും മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ പല സമയങ്ങളിൽ മാർക്കറ്റ് ഡിപ്പ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ 5, 10, 15 ഫണ്ടുകൾ ഉണ്ടായിരിക്കാം. എല്ലാ ഫണ്ടിൻ്റെയും പെർഫോമൻസ് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില സമയത്ത് ചില ഫണ്ടുകൾ നല്ല പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. മോശമായി പെർഫോമൻസ് കാണിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും. പക്ഷേ കാലം കഴിഞ്ഞു പോകുമ്പോൾ 2, 3 വർഷം കഴിയുമ്പോൾ വളരെ മോശമായി ഇന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടായിരിക്കും ഒരുപക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അന്ന് നമ്മൾ ഖേദിക്കും, അയ്യോ അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് കറക്റ്റ് ടൈമിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോസ് റീബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത്. റീബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് തരാത്ത മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ എക്സിറ്റ് ചെയ്യണം. എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ നമ്മുടെ കോർ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ SIP നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ ഫണ്ടുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ ഫണ്ടുകളാണ് നല്ല രീതിയിൽ അല്ലാതെ പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടിട്ടും അതിൻ്റെ റോളിംഗ് റിട്ടേൺ ആണ്. അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പിയേഴ്സിൻ്റെ റിട്ടേണുമായിട്ട് നമ്മുടെ ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആണോ. എന്താണ് കൺസിസ്റ്റൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റ് കയറുമ്പോഴും എന്നാൽ അതേസമയം ബിയർ മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കണം. മാർക്കറ്റ് ഇടിയുമ്പോൾ മാർക്കറ്റിനോടൊപ്പം അത്ര കണ്ട് നമ്മുടെ ഫണ്ട് ഇടിയാൻ പാടില്ല. എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ മാർക്കറ്റിനനുസരിച്ച് നമ്മളെ ഫണ്ടുകൾ കയറാനും വേണം. ഇതാണ് ഈ കൺസിസ്റ്റൻസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ അവസരങ്ങളിലും നല്ല റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പോർട്ട്ഫോളിയോ റീബാലൻസിനെ കുറിച്ചിട്ട് ചാനലിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണോ അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്നുള്ള ഒരു അനാലിസിസ് റിപ്പോർട്ട് എനിക്ക് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. We can discuss how your mutual fund portfolio is working, how we can make it better performance in the future. അതിന് ഏതെല്ലാം ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാം, ഏതെല്ലാം ഫണ്ടുകളെല്ലാം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്ത് ഫ്യൂച്ചറിലോട്ട് അത് നിങ്ങളെ സഹായിക്കും. അല്ലാത്ത വളരെ മോശമായ ഫണ്ടിൽ തുടർന്നും SIP ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ പോകില്ല. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, SIP ചെയ്യുന്ന എല്ലാവരും.